കൂട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു എംബ്രോയ്ഡറി വർക്കാണ് ചെയ്യാൻ പോകുന്നത്. ചുരിദാറിൻ്റെ ടോപ്പിൻ്റെയൊക്കെ ഫ്രണ്ട് പാർട്ടിലോ അതല്ലെങ്കിൽ സാരി ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടിലോ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. അപ്പോൾ ഞാനിവിടെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈന് പെൻസിൽ ഉപയോഗിച്ച് വരച്ചിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. അപ്പോൾ ആദ്യം ഞാനൊരു റൗണ്ട് സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചിട്ടുണ്ട്. പിന്നെ അതിന് ചുറ്റും ഫ്ലവേഴ്സ് വരത്തക്ക രീതിയിൽ ഒരു 6 ലൈൻസ് ഇങ്ങനെ ക്രോസ് ചെയ്ത് വരച്ച് വെച്ചിട്ടുണ്ട്. അത് ചുറ്റും ഫ്ലവേഴ്സ് വരാനാണ്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഫ്രെയിമിൻ്റെ ആ വലിപ്പത്തിനനുസരിച്ചിട്ട് വലിയൊരു റൗണ്ടും കൂടെ പുറത്തുകൂടി ഇങ്ങനെ വരച്ചിട്ടുണ്ട്. അത് ആ റൗണ്ടിനുള്ളിൽ തന്നെ ആയിരിക്കണം നമ്മുടെ ഡിസൈന് നിൽക്കാൻ പാടുള്ളൂ. പിന്നെ ഇങ്ങനെ ചെറിയ ലൈൻസ് ഒരു 3-4 ലൈൻസ് ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഡ്രസ്സിൻ്റെ കളറിനനുസരിച്ചുള്ള നൂലാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ ഓറഞ്ചിന് ചേരത്തക്ക രീതിയിൽ ഒരു മെറൂണും പിന്നെ ഒരു ഗ്രീനും പിന്നെ ഒരു ബ്ലൂ കളർ നൂലുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഗോൾഡൻ മുത്തുകളും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ റൗണ്ട് വരച്ചിട്ടില്ലേ, ആ റൗണ്ടിലാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ സ്റ്റിച്ച് ചെയ്യുന്ന സ്റ്റിച്ചാണെങ്കിൽ ഫ്രഞ്ച് നോട്ട് എന്നാണ് അതിൻ്റെ പേര്. വളരെ പെട്ടെന്ന് ചെയ്യാനും എന്നാൽ കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണിത്. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സൂചി എടുത്തിട്ട് മറ്റു കൈ കൊണ്ട് നൂലിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് പിടിച്ചിട്ട് ഇങ്ങനെ സൂചിയിൽ 3 റൗണ്ട് ചുറ്റിയെടുത്തിട്ട് സൂചി എടുത്ത അതേ പോയിൻറ്റിൽ കൂടെ തന്നെ സൂചി തിരിച്ചിറക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്റ്റിച്ച് ഇപ്പം വീഡിയോയിൽ ചെയ്യുന്നത് കുറച്ച് നേരം ശ്രദ്ധിച്ചിരുന്നാൽ തന്നെ നമുക്ക് ഈ സ്റ്റിച്ച് പഠിച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു എംബ്രോയ്ഡറി വർക്കിൽ ഞാൻ കൂടുതലും ചെയ്തിട്ടുള്ളത് ഫ്രഞ്ച് നോട്ട് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റിച്ച് തന്നെയാണ്. സൂചി എടുത്തിട്ട് 3 തവണയാണ് നമ്മൾ നൂല് ഈ സൂചിയിൽ ഇങ്ങനെ ചുറ്റിയെടുക്കുന്നത്. അങ്ങനെ നമ്മൾ ആ വരച്ച റൗണ്ട് ഫുള്ള് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ആ റൗണ്ട് ഫുള്ള് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിത് തിരിച്ച് ഒന്ന് കെട്ടിട്ട് ആ നൂലിന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രഞ്ച് നോട്ടെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ തയ്ച്ചെടുക്കാൻ പോകുന്നത് ഈ ഒരു ഫ്ലവേഴ്സ്, ചുറ്റുമുള്ള ഫ്ലവേഴ്സ് ഒന്ന് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ഞാനിവിടെ മെറൂൺ കളർ നൂലാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഈ ഫ്ലവേഴ്സിൽ ചെയ്യുന്ന സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ ലേസി ഡേയ്സി എന്ന് പറഞ്ഞ ഒരു സ്റ്റിച്ചാണ്. അതും കുറച്ച് സിമ്പിളായിട്ടുള്ളൊരു സ്റ്റിച്ചാണ്. ഈ സ്റ്റിച്ച് ഞാൻ നേരത്തെ ഉള്ള എൻ്റെ ഒരു എംബ്രോയ്ഡറി വീഡിയോയിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് നൂലിങ്ങനെ എടുത്തിട്ട് നമ്മൾ അവിടെ ഓരോ കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ലൈൻസിൽ നമ്മൾ സൂചി ഇവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ ആ സൈഡിലോട്ട് വരച്ചിട്ടുള്ള ലൈൻസിൻ്റെ ലാസ്റ്റ് അറ്റത്തിലേക്ക് സൂചി എടുക്കുന്നു. എന്നിട്ട് നൂല് കുറുകെ എടുത്ത് അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ലേസി ഡേയ്സി സ്റ്റിച്ച്. ഈ എംബ്രോയ്ഡറി ഡിസൈനിൽ ഫുള്ളും ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള 3 സ്റ്റിച്ചുകളാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തുടക്കക്കാർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള 3 സ്റ്റിച്ചുകളാണ്. അപ്പോൾ അതിലാദ്യം ഒന്ന് ചെയ്തത് ഫ്രഞ്ച് നോട്ട്, ഇപ്പോൾ രണ്ടാമത് ചെയ്യുന്നത് ലേസി ഡേയ്സി. അപ്പോൾ അങ്ങനെ ഈ എല്ലാ പൂക്കളും നമ്മൾ ലേസി ഡേയ്സി സ്റ്റിച്ച് ഉപയോഗിച്ച് തയ്ച്ചെടുക്കാം. അപ്പം നമ്മൾ ഈ പൂക്കളെല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പൂക്കളുടെ മുകളിൽ ഓരോ ഗോൾഡൻ മുത്തുകളൊന്ന് തയ്ച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഞാനിവിടെ സാധാരണ നമ്മുടെ മെറൂൺ കളർ തന്നെ സാധാരണ സ്റ്റിച്ചിങ് നൂല് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ സൂചി എന്ന് പറഞ്ഞാൽ എംബ്രോയ്ഡറിയുടെ വലിയ സൂചിയല്ല, ചെറിയ ഹോളുള്ള സൂചിയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ ആ പൂക്കളുടെ സെൻറ്ററിലൂടെ നൂല് കയറ്റിയിട്ട് മുത്ത് കോർത്തിട്ട് വീണ്ടും ആ സെൻറ്ററിലൂടെ തന്നെ തിരിച്ച് സൂചി ഇറക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ എല്ലാ പൂക്കളിലും നമുക്കിതുപോലെ മുത്തൊന്ന് തയ്ച്ചു വെക്കാം. അപ്പോൾ നമ്മൾ എല്ലാ പൂക്കളിലും മുത്തുകൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സൈഡിലേക്ക് നമ്മൾ കുറച്ച് ഇലകൾ വരയ്ക്കത്തക്ക രീതിയിൽ കുറച്ച് വളഞ്ഞ ലൈൻസ് വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് നമ്മളിനി സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ ഫേൺ സ്റ്റിച്ചാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആദ്യം ഒരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം റണ്ണിങ് സ്റ്റിച്ച് തുടങ്ങിയ ആ പോയിൻറ്റിൽ കൂടെ രണ്ട് വശത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് റണ്ണിങ് സ്റ്റിച്ച് തീർന്ന് ആ പോയിൻറ്റിൽ കൂടെ സൂചി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ നിങ്ങൾക്കിത് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് നമ്മൾ സാധാരണ ഒരു സ്റ്റിച്ച് ചെയ്യുന്നു. സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ ആ സ്റ്റാർട്ട് ചെയ്ത പോയിൻറ്റിൽ നിന്ന് നമ്മൾ സൂചി എടുത്തിട്ട് മുകളിലൂടെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് വശത്തൂടെ സൂചി താഴേക്കൂടെ ഇറക്കിയിട്ട് റണ്ണിങ് സ്റ്റിച്ചിൻ്റെ എൻഡ് പോയിൻറ്റിൽ കൂടെ സൂചി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റിച്ചൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതിനെക്കാട്ടിലും വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റിച്ചൊക്കെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ലൈൻസിലെ സ്റ്റിച്ചും കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ ലാസ്റ്റ് അതൊന്ന് കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ലൈനുകളും ഈ ഫേൺ സ്റ്റിച്ച് ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫേൺ സ്റ്റിച്ച് ഉപയോഗിച്ച് എല്ലാ ഇലകളും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഇവിടെ ചെറിയ ചെറിയ കുറച്ച് റൗണ്ട്സ് ഞാൻ വരച്ചിട്ടുണ്ട്. ഈ ഓരോ ഫേൺ സ്റ്റിച്ചിൻ്റെയും ഇടകളിൽ വരത്തക്ക രീതിയിൽ കുറച്ച് റൗണ്ട് വരച്ചിട്ടുണ്ട്. അവിടെയും നമ്മൾ ഫ്രഞ്ച് നോട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ബ്ലൂ കളർ നൂല് വെച്ചിട്ട് ഫ്രഞ്ച് നോട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് റൗണ്ടിൽ ജസ്റ്റ് ഒരു ഫ്ലവർ പോലെ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ 3 റൗണ്ടിൽ സൂചിയിൽ നൂല് ചുറ്റിയിട്ട് താഴോട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ റൗണ്ടിൽ നമ്മളൊരു ഫ്ലവർ പോലെ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആ റൗണ്ടിന് ഫുള്ളും അപ്പോൾ ഇതുപോലുള്ള എല്ലാ റൗണ്ടുകളും നമുക്ക് ഫ്രഞ്ച് നോട്ട് ഉപയോഗിച്ചൊന്ന് ഫ്ലവർ പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് ഫ്ലവറുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്ലവറുകളുടെയൊക്കെ സെൻറ്ററിൽ നമ്മൾ ഗോൾഡൻ മുത്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് സാധാരണ നമ്മുടെ നീല കളറ് നൂല് തന്നെ ഉപയോഗിച്ച് ചെറിയ സൂചി ഉപയോഗിച്ചിട്ട് നമ്മൾ വീണ്ടും മുത്തുകളൊന്ന് തയ്ച്ച് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാ ഫ്ലവറിലും ഇതുപോലെ ഒന്ന് മുത്തുകൾ വെച്ച് തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ ഒരുമാതിരി എല്ലാം എംബ്രോയ്ഡറി ഒക്കെ ഒന്ന് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് കുറച്ചുകൂടെ ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കുറച്ച് ഈ സ്പേസുകളൊക്കെ ഉള്ളിടത്തൊക്കെ നമ്മൾ ഫ്രഞ്ച് നോട്ടും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഗോൾഡൻ മുത്തുകളും ഒന്ന് തയ്ച്ചു വെച്ച് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. സെൻറ്ററിൽ ആ റൗണ്ടിൽ വെക്കില്ല, അതിന് പുറത്തുള്ള മറ്റേ വലിയ റൗണ്ടിന് അകത്ത് നിൽക്കത്തക്ക രീതിയിൽ കുറേ ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ബ്ലൂ കളർ നൂല് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്.
പിന്നെ നമ്മൾ ഒരുപാട് അടുപ്പിച്ചല്ല ഫ്രിഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങിങ്ങായിട്ട് കുറച്ച് അകലത്തിൽ വേണം ചെയ്ത് കൊടുക്കാൻ. ഇനി ഇതിൻ്റെ സെൻറ്ററിലൊക്കെ ആയിട്ടാണ് നമ്മൾ ഗോൾഡൻ മുത്തുകളും തയ്ച്ച് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫ്രഞ്ച് നോട്ട് എല്ലായിടത്തും ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ സെൻറ്ററിലായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഗോൾഡൻ മുത്തൊന്ന് തയ്ച്ച് വെച്ച് കൊടുക്കാം. ഇതേ രീതിയിൽ അങ്ങിങ്ങായിട്ട് ഗോൾഡൻ മുത്തുകൾ നമ്മളൊന്ന് തയ്ച്ചെടുക്കുക. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു എംബ്രോയ്ഡറി ഡിസൈന് ചെയ്തെടുക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള 3 സ്റ്റിച്ചുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിൽ. പിന്നെ കുറച്ച് ഗോൾഡൻ മുത്തുകളും ഇതുപോലെ 3 കളറിലെ നൂലുകളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പഴയ പ്ലെയിനായിട്ടുള്ള കുർത്തികളോ അല്ലെങ്കിൽ സാരിയുടെ ബ്ലൗസുകളിലോ ഒക്കെ നമുക്ക് ഈ വർക്ക് ചെയ്തെടുക്കാം. ബ്ലൗസിൻ്റെ ഒക്കെ ആകുമ്പോൾ ബാക്ക് പോർഷനിലായിരിക്കും ഇത് ചെയ്യുന്നത് കൂടുതൽ നന്നായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.